അച്ഛനും അമ്മയും കൂട്ടി ഇന്ന് കടിമംഗലത്തേക്ക് ഒന്ന് പോയാലൊന്ന് ആലോചിക്കുക. അവരുടെ കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കണ്ടേ? അല്ല, എന്തിനാ തിരക്ക് പിടിക്കുന്നേ? എല്ലാം സമാധാനത്തിൽ പോരെ അച്ഛാ? പോരാ, ഒരു പേടി ഇങ്ങനെ ഉള്ളിൽ കിടന്ന് തിളച്ചു മറിയാ. പ്രിയങ്ക പോയി. ഇനി അച്ഛനും അമ്മയ്ക്ക് നീ മാത്രമേ ഉള്ളൂ. മോളുടെ സന്തോഷ ഞങ്ങളുടെ ജീവിതത്തിന്റെ ലക്ഷ്യം. എത്രയും പെട്ടെന്ന് നിങ്ങളെ ഒന്നിച്ചു ചേർത്താല് അച്ഛന്റെ കടമകളൊക്കെ പൂർത്തിയാവും. മോളെ, തടസ്സമൊന്നും പറയണ്ട. അച്ഛൻ ഏത് നേരവും ഇത് തന്നെയാ പറഞ്ഞോണ്ടിരിക്കുന്നത്. അപ്പൊ പിന്നെ ഞാനും ആലോചിച്ചു അത് തന്നെ നടക്കട്ടെ എന്ന്. എന്നാലും അച്ഛൻ ചെല്ലുമ്പോ അവിടെയുള്ളവര്... ഞാനൊരു കാര്യം പറയുന്നു, അത് നിങ്ങളെ എല്ലാവരും അനുസരിക്കണമെന്ന് പറയാനല്ലോ പോകുന്നത്. അവിടെ എല്ലാവരും ഇത് ഒറ്റ മനസ്സോടെ അംഗീകരിക്കണമെന്നില്ല. ചിലര് ചില മുഷ്ടികളൊക്കെ പറയും. പറയട്ടെ, അത് കേൾക്കാൻ തയ്യാറായിട്ട് തന്നെ അച്ഛൻ പോകുന്നത്. നിനക്ക് വേണ്ടി അച്ഛനൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിച്ചാലും അച്ഛനത് നടത്തിയിരിക്കും മോളെ. ആ കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. ഇപ്പോഴത്തെ അവസ്ഥയില് മോളെ തനിച്ചാക്കി പോവാൻ വിഷമമുണ്ട്. പക്ഷെ എന്താ ചെയ്യാ, അങ്ങോട്ടിപ്പോ മോളെയും കൂട്ടി ചെല്ലാൻ പറ്റില്ലല്ലോ. അച്ഛനും അമ്മയും പെട്ടെന്ന് പോയിട്ട് വരാം. കല്യാണം ഉറപ്പിക്കാൻ പോവുക. ഉറപ്പിച്ചിട്ട് തിരിച്ചു വരട്ടെ. അവള് ജീവനോടെ ഉണ്ടായാലല്ലേ കല്യാണം നടത്തൂ. തിരിച്ചു വരുമ്പോ അവള് ചത്തു കിടക്കുന്നതായിരിക്കും രണ്ടുപേരും കാണുക. ആരതി വർമ്മ, എന്റെയും അച്ഛന്റെയും സകല പ്ലാനുകളും പൊളിച്ചത് അഡ്വക്കേറ്റ് ആരതി വർമ്മയാണ്. അതിനവർക്ക് ഉചിതമായ ഒരു സമ്മാനം കൊടുത്തേ പറ്റൂ. ഗൗതം, തൽക്കാലം അവർക്കെതിരെ ഒന്നും ചെയ്യേണ്ടതല്ലേ നിന്റെ അച്ഛനും സിയെയും പറഞ്ഞത്? അവരങ്ങനെയൊക്കെ പറയും. അവളുടെ കോടതിയിലെ പ്രകടനം കണ്ട് നടുങ്ങിയിരിക്കുക രണ്ടുപേരും. പക്ഷേ ആരതി വർമ്മ ഈ കേസിന്റെ ഭാഗമായിട്ട് ഒരിക്കൽ കൂടി കോടതിയിലെത്തിയ അവൾ എല്ലാവരെയും കൊടുക്കും. അച്ഛൻ ഉൾപ്പെടെ എല്ലാവരും അകത്തു പോകും. അത് സംഭവിക്കാൻ പാടില്ല. ഗൗതം, നിന്റെ പ്ലാൻ എന്താ? ഞങ്ങൾ നിന്റെ കൂടെ ഉണ്ട്. ആരതി വർമ്മയ്ക്ക് ശത്രുക്കൾ ഒരുപാടുണ്ട്. പല സ്റ്റേറ്റിൽ നിന്നും 1 or 2 തവണ ആരതി വർമ്മ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. ഒരിക്കൽ ഡൽഹിയിൽ വെച്ച്, മറ്റൊരിക്കൽ ബാംഗ്ലൂരിൽ വെച്ച്. അതായത് ആരതി വർമ്മയ്ക്ക് എവിടെ വെച്ച് അപകടം ഉണ്ടായാലും അതിന് പുറകിലുള്ള ശത്രുക്കളെ കണ്ടുപിടിക്കാൻ നിയമം ഒരുപാട് ബുദ്ധിമുട്ടും. ആരും അറിയാതെ ഒരു ആക്രമണം.